ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 22 വെള്ളിയാഴ്ചയാണ്. ക്രിസ്മസ് ന്യൂ ഇയർ പോലുള്ള വലിയ ആഘോഷങ്ങളിലേക്ക് നമ്മൾ കടക്കാനിരിക്കുകയാണ്. മാർക്കറ്റും അതുപോലെ തന്നെ ഒരു ചിയർഫുൾ മൂഡിലാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ മാർക്കറ്റ് റാലി ചെയ്തു. ഇന്നലെ യുഎസിലേക്ക് വന്നാൽ യുഎസ് മാർക്കറ്റിലും നല്ല റാലി തന്നെയാണ് കണ്ടത്. വാൾ സ്ട്രീറ്റിൽ ഒരു ബൗൺസ് ബാക്ക് തന്നെ നടന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളാണ് ഇന്നലെ അവിടെ വലിയ റാലി ഉണ്ടാക്കിയത്. US മാർക്കറ്റുകൾ തുടർച്ചയായ 8ാം ആഴ്ചയിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാനുണ്ട്. ആദ്യം മാർക്കറ്റ് ന്യൂസിലേക്ക്. ആദ്യത്തെ വാർത്ത റിയൽ എസ്റ്റേറ്റ് സെക്ടറിനെ സംബന്ധിച്ചാണ്. റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടന്റ് നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ നിക്ഷേപിക്കാൻ ആഗോള നിക്ഷേപകർ ഈ വർഷം ജാഗ്രത കാണിച്ചു എന്നാണ് പറയുന്നത്. കാരണം സ്വകാര്യ ഇക്വിറ്റി നിക്ഷേപം ഡിസംബർ 12 വരെ 44% കുറഞ്ഞ് $3 ബില്യൺ എന്നും കണക്കുകൾ പറയുന്നു. ഈ വർഷം ജനുവരി 1 മുതൽ ഡിസംബർ 12 വരെ എടുത്ത കണക്കാണ്. 23 ഡീലുകളാണ് നടന്നത്. അതിൽ 3024 ദശലക്ഷം $US PE ആണ് നിക്ഷേപം ലഭിച്ചത്. എന്നാൽ 2022 കണക്ക് നോക്കിയാൽ 5357 ദശലക്ഷം ഡോളറാണ് ലഭിച്ചത്. ഇനി സെഗ്മെന്റുകൾ തിരിച്ചുള്ള കണക്കുകൾ നോക്കിയാൽ മുംബൈക്ക് $1685 മില്യൺ, അതായത് 1.6 ബില്യൺ ലഭിച്ചപ്പോൾ ന്യൂഡൽഹിക്ക് $835 ബില്യൺ ലഭിച്ചു. ബാംഗ്ലൂരുവിന് $347 ബില്യൺ ലഭിച്ചു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മുംബൈ പോലുള്ള വലിയ നഗരങ്ങൾക്ക് തന്നെയാണ് ഇപ്പോഴും പണം ലഭിക്കുന്നത്. അത് മറ്റുള്ള നഗരങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടി ഇരിക്കുന്നു. ഈ വർഷത്തെ കാര്യം മാത്രമാണിത്. മൊത്തത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖല നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വളർച്ച തന്നെയാണ് ഇനി വരും വർഷങ്ങളിലൊക്കെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാണാൻ കഴിയുക. ഭാവി ശോഭനം തന്നെയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. ഗോതമ്പ്, അരി, പഞ്ചസാര എന്നിവയടക്കമുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യാപാര നിയന്ത്രണങ്ങൾ രാജ്യത്തിന്റെ മൊത്തം കാർഷിക കയറ്റുമതിയിൽ ഏകദേശം $4 ബില്യൺ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വാണിജ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും APEDAയും പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. നൽകിയ കണക്കുകൾ ഇപ്രകാരമാണ്. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ കാർഷിക കയറ്റുമതിയിൽ നിന്ന് ഏകദേശം 9% ഇടിവ് ഇതിനോടകം തന്നെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 15,423 ദശലക്ഷം ഡോളറായിരുന്നു. ഈ വർഷം അത് 13,985 ദശലക്ഷം ഡോളറായി എന്നാണ് പറയുന്നത്. ഈ ഇടിവിൽ പ്രധാന പങ്ക് വഹിച്ചത് ഏതൊക്കെയാണെന്ന് നോക്കാം. 98% ഇടിവ് രേഖപ്പെടുത്തിയത് ഗോതമ്പാണ്. 65% ഇടിവ് രേഖപ്പെടുത്തിയത് മില്ലിംഗ് ഉൽപ്പന്നങ്ങൾ. വർഷം തോറും 20% ഇടിവ് രേഖപ്പെടുത്തിയത് ബസുമതി ഇതര അരി എന്നിവയൊക്കെയാണ്. പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായ അരി, ഗോതമ്പ്, പഞ്ചസാര എന്നിവയുടെ ചില്ലറ വിൽപ്പന വില കുതിച്ചുയർന്നതും ഈ വിലക്കയറ്റം തടയാൻ ശക്തമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിലാണ് കയറ്റുമതിയിൽ ഈ വലിയൊരു ഇടിവുണ്ടാവാൻ കാരണമായത്. ഇത്തരത്തിൽ കാർഷിക മേഖലയിലുള്ള കമ്പനികളുടെ സെയിൽസും അതുപോലെ തന്നെ പ്രോഫിറ്റും ഇതുവഴി തന്നെ ബാധിക്കാനുള്ള സാധ്യതയും ഈ വാർത്ത കാണിച്ചു തരുന്നു. പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മാത്രമല്ല വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അടുത്ത സെഗ്മെന്റിലേക്ക്. നിഫ്റ്റിയിലേക്ക് 21,255.50% ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഒരു ഹൈ വോളറ്റൈൽ സെഷൻ ആയിരുന്നു ഇന്നലെ. 20,976 എന്ന ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിഫ്റ്റി തിരിച്ചു കയറി. ആ ലോ ടച്ച് ചെയ്തതോടെ ഡിസംബർ 14 ക്രിയേറ്റ് ചെയ്ത 20,950 മുതൽ 21,074 വരെയുള്ള ഒരു ബുള്ളിഷ് ഗ്യാപ് സോൺ ഫില്ല് ചെയ്തിരിക്കുന്നു. നിഫ്റ്റി ഇന്നലെ 10 DMAക്ക് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്ത്. അതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ബൈ ഓൺ ഡിപ്സ് ആണ് ഇന്നലെയും നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. പിന്നീട് സമയം കഴിയുന്തോറും നിഫ്റ്റി കൂടുതൽ ശക്തി ആർജിച്ചു വന്നു. ക്ലോസ് ചെയ്യുമ്പോൾ നല്ല പോസിറ്റിവിറ്റിയോടുകൂടി തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇനി നമ്മൾ പറഞ്ഞ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത സോൺ ഒരു സ്ട്രോങ് സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ 21,000 മുതൽ 20,900 വരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോണാണ്. റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 21,500 മുതൽ 21,600 സോൺ തന്നെയാണ്. ഡേ ക്യാൻഡിൽ ബുള്ളിഷ് പേഴ്സിംഗ് കാൻഡിൽ സ്റ്റിക് പാറ്റേണിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അടുത്ത വീക്ക്ലി എക്സ്പയറിയിലെ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരമുള്ള കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡ് 22,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക്. അതിനുശേഷം 21,250 സ്ട്രൈക്കിലും അതിനുശേഷം 21,600 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്.
അതിനുശേഷം 20,000-ലും അതിനുശേഷം 20,500 സ്ട്രൈക്കിലുമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ നോക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 21,250. അവിടെ പുട്ട് സൈഡിൽ 1,355% വർധനമുണ്ട്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 265% വർധനമുണ്ട്. ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 21,200 സ്ട്രൈക്കിൽ 303% വർധനമുണ്ട്. നല്ല ലോങ് ബിൽഡപ്പ് തന്നെയാണ് ഈ സ്ട്രൈക്കിലുമുള്ളത്. എന്നാൽ കോൾ സൈഡിലേക്ക് വന്നാൽ ഒരു ഷോർട്ട് കവറിംഗ് ആണ് അവിടെ നടക്കുന്നത്. 23% ഇടിവാണ് അവിടെ കോൾ സൈഡിലുള്ളത്. അടുത്തത് 21,300 സ്ട്രൈക്കിൽ 49% വർധനമാണ് പുട്ട് സൈഡിലുള്ളത്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് അവിടെ കാണുന്നത്. ഇനി ഷോർട്ട് ബിൽഡപ്പിലേക്ക് വന്നാൽ 53% വർധനമാണ് അവിടെയുള്ളത്. ആ സ്ട്രൈക്കിൽ മാത്രം കോൾ സൈഡ് കുറച്ച് ഒന്ന് സ്ട്രോങ് ആണ് എന്ന് കാണാം. പക്ഷേ ടോട്ടലി നോക്കുകയാണെങ്കിൽ ATM സ്ട്രൈക്കും അതിന് താഴേക്കുള്ള എല്ലാ സ്ട്രൈക്കുകളിലും പുട്ട് സൈഡ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് എന്നും കാണാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 47,840 0.83% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയും സെക്കൻഡ് ഹാഫിലാണ് റിക്കവറി നടത്തിയത്. ഡൗൺ സൈഡിൽ 46,900 ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 48,200 ഒരു ക്രൂഷ്യൽ ലെവൽ ആവാനുള്ള സാധ്യതയുമുണ്ട്. 47,300 മുതൽ 47,000 ഡിസംബർ 2021 ഡൗൺ സൈഡ് വന്ന ഒരു സോണാണ്. ഈ സോൺ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു ഡിപ്പ് വന്നാൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ധാരാളം പേർ കാണാൻ സാധ്യതയുള്ള ഒരു സോൺ തന്നെയാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 48,000 കോൾ സൈഡിലെ ആദ്യത്തെ സ്ട്രൈക്കാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ സ്ട്രൈക്ക് 49,000 അതിനുശേഷം 48,500 സ്ട്രൈക്കുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 47,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 45,900 സ്ട്രൈക്കിലും അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. ഇന്ത്യ വിക്സിലേക്ക് വരാം. 13.76 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. 4.76% ഇടിവിലാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്തത്. പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് HUL യൂണിറ്റ് ഭവിഷ്യ സഖ്യത്തിൻ്റെ സ്വമേധ്യ ലിക്വിഡേറ്റിന് NCLT അംഗീകാരം നൽകി. അടുത്തത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിസ്റ്റിംഗ് കഴിഞ്ഞ് 10 വർഷത്തിനുള്ളിൽ 25% കുറഞ്ഞ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് പരിധി കൈവരിക്കുന്നതിന് LIC സാമ്പത്തികകാര്യ വകുപ്പിൽ നിന്നും ഇളവ് ലഭിച്ചു. പൊതുതാൽപര്യം കാരണമാണ് ഈ തീരുമാനമെടുക്കുന്നത് എന്ന് സർക്കാർ പറഞ്ഞു. അടുത്തത് GMR എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ച വാർത്ത. ആന്ധ്രാപ്രദേശിലെ ഭോഗാപുരത്ത് വരാനിരിക്കുന്ന വിമാനത്താവളത്തിൽ 675 കോടി രൂപ നിക്ഷേപിക്കുന്നതിന് സബ്സിഡറി GMR എയർപോർട്ടുകൾ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുമായി കരാറിൽ ഏർപ്പെട്ടു എന്നൊരു വാർത്ത. അടുത്തത് ഉഗ്രോ ക്യാപിറ്റൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് അടിസ്ഥാനത്തിലുള്ള നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഫണ്ട് സ്വരൂപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഡിസംബർ 27 ബോർഡ് യോഗം ചേരും. അടുത്തത് SBFC ഫിനാൻസ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ അല്ലെങ്കിൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഫണ്ട് സമാഹരിക്കാൻ കമ്പനി തീരുമാനിച്ചു. സുവൻ ഫാർമസ്യൂട്ടിക്കൽസിനെ കുറിച്ചുള്ള വാർത്ത. ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറായി ഹിമാൻഷു അഗർവാളിനെ നിയമിച്ചതായി കമ്പനി അറിയിച്ചു. സുബ്ബറാവു പുരിപ്പുള്ളി CFO ആകും എന്നും കമ്പനി അറിയിച്ചിരിക്കുന്നു. അടുത്തത് WPIL ലിമിറ്റഡ് കമ്പനിക്ക് 425 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചു. പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. സൊമാറ്റോ ഷിപ്പ് റോക്കറ്റ് എന്ന കമ്പനിയെ $2 ബില്യൺ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നു എന്ന് ബിസിനസ് ടുഡേയിൽ വന്നൊരു വാർത്ത. ഇനി ഇന്ന് F&O സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ബാനായ സ്റ്റോക്കുകൾ നോക്കാം. ഹിൻഡ് കോപ്പറാണ് പുതുതായി ഇന്ന് F&O ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. മറ്റ് സ്റ്റോക്കുകൾ അശോക് ലൈലാൻഡ്, ബൽറാംപൂർ ചിനി മിൽസ്, ഡെൽറ്റ കോർപ്പ്, ഇന്ത്യ സിമൻസ്, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക്, സെയിൽ എന്നീ കമ്പനികളാണ്. ഇനി നിങ്ങൾ നമ്മുടെ ലൈവ് സെഷൻ മിസ്സാക്കാതിരിക്കുക. രാവിലെ 11 മണി മുതൽ 3:30 വരെ നമ്മുടെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ധാരാളം കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് എത്താൻ നേരം വൈകാറുണ്ട്. അത് മറ്റൊന്നും കാരണമല്ല, ധാരാളം സമയം ഗ്രൂപ്പിൽ ആണ് നമ്മൾ ചെലവഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും രാവിലെ 9 മണി മുതൽ തന്നെ നമ്മുടെ സർവീസസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ സർവീസസ് നിങ്ങൾക്ക് ലഭിക്കും. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് കിടക്കുന്നത്. ആദ്യം തന്നെ ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന കുറച്ച് F&O സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ആദ്യം IDFC
120 ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 122.6 എന്ന നിലയിൽ. സ്റ്റോക്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി. 123.95 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. നല്ല പ്രോഫിറ്റ് ലഭിച്ചു. അടുത്തത് MCX 3100 ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 3172 എന്ന നിലയിൽ. സ്റ്റോക്ക് പിന്നീട് നല്ല പോലെ അപ്പായി. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് നല്ല പോലെ സ്റ്റോക്കും അപ്പായി. 3239 വരെ സ്റ്റോക്ക് റാലി ചെയ്തു. ടാർഗറ്റ് നാളെ അച്ചീവ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. മറ്റൊരു സ്റ്റോക്ക് BHEL 178 ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 179.25 എന്ന നിലയിൽ. സ്റ്റോക്ക് 181.15 എന്ന നില വരെ അപ്പായി. മറ്റൊരു സ്റ്റോക്ക് ഹിൻകോപ്പർ ആയിരുന്നു. 215 ആയിരുന്നു പറഞ്ഞത്. 216 എന്ന നിലയിൽ എൻട്രി എടുത്തു. സ്റ്റോക്ക് അപ്പായത് 220.3 എന്ന നില വരെയാണ്. നല്ല പ്രോഫിറ്റാണ് ഈ പറഞ്ഞ 4 സ്റ്റോക്കുകളിലും നമുക്ക് ലഭിച്ചത്. ഇനി ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ICICI ബാങ്ക് 1000 ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 1007 എന്ന നിലയിൽ. ഇപ്പോൾ സ്റ്റോക്ക് ഹോൾഡിങ്ങിലാണ്. ABB 4700 ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 4703 ഇപ്പോൾ സ്റ്റോക്ക് ഹോൾഡിങ്ങിലാണ്. മറ്റൊരു സ്വിംഗ് സ്റ്റോക്ക് ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്നത് IRFC ആയിരുന്നു. 96.35 എന്ന നിലയിലാണ് എൻട്രി എടുത്ത്. 99.35 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 3% മുകളിൽ ഇൻട്രാഡേയിൽ മാത്രം നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഒരുപാട് F&O സ്റ്റോക്കുകൾ നല്ല പ്രോഫിറ്റിലേക്ക് വന്നു. സ്വിംഗ് സ്റ്റോക്കുകൾ വരും ദിവസങ്ങളിൽ നല്ല പ്രോഫിറ്റിലേക്ക് വരും എന്ന പ്രതീക്ഷയിൽ തന്നെ ഹോൾഡിങ്ങിലാണ്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെയും സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. 1636 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 1464 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIs ഈ ആഴ്ചയുടനീളം സെല്ലേഴ്സ് തന്നെയായിരുന്നു. ഇനി US മാർക്കറ്റിലേക്ക്. US ഇയർ എൻഡ് റാലി ഇപ്പോഴും തുടരുകയാണ്. നാസ്ഡാക്ക് 1.26% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. S&P 500 1%, ഡൗ ജോൺസ് 0.87% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയത് അവിടെ സ്മോൾ ക്യാപ്പുകളായിരുന്നു. റസൽ 2000 1.7% അവിടെ ഇന്നലെ നേട്ടമുണ്ടാക്കി ക്ലോസ് ചെയ്തത്. വ്യാഴാഴ്ച പുറത്തു വന്ന ഡാറ്റ കാണിച്ചു വരുന്നത് മൂന്നാം പാദത്തിലെ US സാമ്പത്തിക വളർച്ച യഥാർത്ഥത്തിൽ ശക്തമല്ലെന്നും ടൈറ്റ് ലേബർ മാർക്കറ്റാണ് പ്രശ്നം എന്നും കരുതുന്നു. ഇത് പണപ്പെരുപ്പം കുറയാൻ തടസ്സമായി ഫെഡറൽ റിസർവ് കണക്കാക്കുന്ന ഒരു ഘടകമാണ്. എന്നിരുന്നാലും 71% പ്രതീക്ഷിക്കുന്നു. CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം 25 ബേസിസ് പോയിന്റ്സ് US സെൻട്രൽ ബാങ്ക് കുറയ്ക്കും എന്ന് തന്നെയാണ്. ഇന്ന് പുറത്തു വരാനിരിക്കുന്ന US കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡാറ്റകൾ പ്രധാനപ്പെട്ടതാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ടെക് സൈഡിൽ വിപ്രോ 0.78% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഇൻഫോസിസ് 0.05% ഇടിഞ്ഞു. HDFC ബാങ്ക് 1.59% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ICICI ബാങ്ക് 0.33%, ആക്സിസ് 0.86% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഡൗണിലാണ്. ഡൗ ജോൺസ് 0.26% ഇടിഞ്ഞാണുള്ളത്. S&P 500 0.06%, നാസ്ഡാക്ക് 0.16% ഇടിഞ്ഞും ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ. ഇന്നലെ യൂറോപ്യൻ വിപണി ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.27% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.16% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. ജർമ്മൻ മാർക്കറ്റ് DAX 0.27% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.22% ഇന്നലെ അവിടെ ഇടിഞ്ഞത്. ഓട്ടോ സെക്ടറാണ് 0.8% നഷ്ടം അവിടെ രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.20% ഇടിഞ്ഞാണുള്ളത്. CAC 0.16% ഇടിഞ്ഞും FTSE 0.11% ഇടിഞ്ഞുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. ജപ്പാനിൽ നിന്നും ഇന്നലെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. ഒക്ടോബർ മാസം 3.3% അത് നവംബർ മാസത്തിലേക്ക് വരുമ്പോൾ 2.8% കുറഞ്ഞു. കോർ ഇൻഫ്ലേഷനും കുറയുകയുണ്ടായി. അതോടെ ഇന്നലെ ജപ്പാൻ മാർക്കറ്റിൽ വലിയ റാലിയാണ് കണ്ടത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി 21,393 എന്ന നിലയിലാണ്. 76 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു അപ്സൈഡിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരു 40 മുതൽ 50 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ പോസിറ്റീവിൽ തന്നെയാണ്. 0.40% നേട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റു മാർക്കറ്റുകൾ തായ്വാൻ മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവിലാണ്. 0.23% അപ്സൈഡിൽ. കോസ്പി മാർക്കറ്റ് 0.18% ഉയർന്നാണുള്ളത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.45% ഉയർന്നു ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് രാജ്യങ്ങൾ OPEC
ഒപെക്കിൽ നിന്നും പുറത്തു പോകുമെന്ന് മെമ്പർ രാജ്യമായ അംഗോള പറഞ്ഞതോടെ വ്യാഴാഴ്ച എണ്ണവില ഇടിയുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രൻറ്റും WTIയും പോസിറ്റീവിൽ തന്നെയാണ്. $79.62 പെർ ബാരൽ എന്ന നിലയിലാണ് ബ്രന്റ് ഉള്ളത്. 0.34% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് 74.12 എന്ന നിലയിൽ 0.31% ഉയർന്നാണ് WTI ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ള എല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ആരും തന്നെ ഇതൊന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. നിങ്ങളുടെ പഠനത്തിന് വിധേയമാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. ഇനി തിങ്കളാഴ്ച ക്രിസ്മസ് ആണ്. വലിയ ഒരു ആഘോഷത്തിൻ്റെ ദിവസം തന്നെയാണ്. എല്ലാവരും നന്നായി തന്നെ ആഘോഷിക്കുക. എങ്കിൽ വീണ്ടും നമുക്ക് കാണാം. നന്ദി.